ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്താൻ നഗരസഭാ ഓഫീസിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന ദീർഘദൂര ബസ്സുകൾ ലോഗൻസ് റോഡ് വഴി മണവാട്ടി കവലയിലൂടെ സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കാതെ പഴയ ട്രാഫിക് ഐലൻഡിന് സമീപം നിർത്തി ആളുകളെ കയറ്റിയ ശേഷം ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തുകൂടി OV റോഡിലൂടെ പോകണം. കണ്ണൂരിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സുകൾ നിലവിലുള്ളതുപോലെ സ്റ്റാൻഡിൽ നിന്നും ആളുകളെ കയറ്റി പുതിയ സ്റ്റാൻഡ് തിരുവങ്ങാട് വില്ലേജ് ഓഫീസിന് മുൻവശത്തുകൂടി പുറത്തേക്ക് പോകണം തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്. മമ്പറം അഞ്ചരക്കണ്ടി അണ്ടല്ലൂർ ബസ്സുകൾ ലോഗൻസ് റോഡ് മണവാട്ടി കവല വഴി പച്ചക്കറി സ്റ്റാൻഡിനടുത്തുള്ള സിറ്റി ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. ഈ ബസ്സുകൾ NCC റോഡ് വഴി സ്റ്റാൻഡിൽ കയറരുത്. പച്ചക്കറി സ്റ്റാൻഡിനടുത്ത് ബസ്സുകൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പഴം പച്ചക്കറി കച്ചവടം നിയന്ത്രിക്കും. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകൾക്ക് വേണ്ടി വടകര ബസ് ലോബിക്ക് സമീപം ഒരു പുതിയ ബസ് ലോബി നിർമ്മിക്കും. NCC റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ കയറുന്ന ഭാഗത്ത് ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കും. ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങളുടെ ടയർ മാറ്റുന്നതുൾപ്പെടെ അറ്റകുറ്റപ്പണി നടത്താൻ പാടില്ല. കടൽപ്പാലത്തിന് സമീപം വൈകിട്ട് 3 മുതൽ പുലർച്ചെ 3 വരെ വാഹന ഗതാഗതം നിരോധിക്കാൻ യോഗം ശുപാർശ ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സീബ്ര ലൈനിടും. പഴയ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയ ക്രമപ്പെടുത്തും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇതു സംബന്ധിച്ചുണ്ടായത്. തലശ്ശേരി നഗരസഭ 1 കോടി ചെലവിൽ നടപ്പാക്കുന്ന MG റോഡ് നവീകരണ പദ്ധതി യോഗം ചർച്ച ചെയ്തു. MG റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് സൗജന്യമായി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ റോഡിന്റെ വശങ്ങളിൽ അടയാളപ്പെടുത്തും. സംഗമം കവലയിൽ ബസ് വേ നിർമ്മിക്കും. തലശ്ശേരി പോസ്റ്റ് ഓഫീസ് റോഡിൽ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പാർക്കിംഗ് ഒരു വശത്ത് മാത്രം ക്രമീകരിക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻവശത്ത് നിർത്തിയിടുന്ന ഓട്ടോറിക്ഷകൾക്കും മറ്റു വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. പുതിയ ബസ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കും. പേരാവൂർ കൊട്ടിയൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് അവിടെ ട്രാക്ക് അനുവദിക്കും. ഓട്ടോറിക്ഷകളുടെ TMC നമ്പർ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് 1ാം ഘട്ടം പൂർത്തീകരിച്ചു. ബാക്കി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പുതിയ TMC നമ്പറുകൾ നൽകാൻ നടപടി വേഗത്തിലാക്കും. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രാഗേഷ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.